ഓം ശാന്തി. 9/9/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, തൻ്റെ മേൽ സ്വയം കൃപ കാണിക്കണം. പഠനത്തിൽ ഗാലപ്പ് ചെയ്യൂ. ഏതെങ്കിലും വികർമ്മം ചെയ്ത് തൻ്റെ രജിസ്റ്റർ മോശമാക്കരുത്. ചോദ്യം: ഈ ഉയർന്ന പഠനത്തിൽ പാസ്സാകുന്നതിനായി മുഖ്യ ശിക്ഷണം ഏതൊന്നാണ് ലഭിക്കുന്നത്? അതിനുവേണ്ടി ഏതു കാര്യത്തിന്മേൽ വിശേഷ അറ്റൻഷൻ ആവശ്യമാണ്? ഉത്തരം: ഈ പഠനത്തിൽ പാസ്സാകണമെങ്കിൽ കണ്ണുകൾ വളരെ വളരെ പവിത്രമാകേണ്ടതാണ്. കാരണം ഈ കണ്ണുകൾ തന്നെയാണ് ചതിക്കുന്നത്. ഇതുതന്നെയാണ് ക്രിമിനൽ ആകുന്നത്. ശരീരത്തെ നോക്കുന്നതിലൂടെ തന്നെയാണ് കർമ്മേന്ദ്രിയങ്ങളിൽ ചഞ്ചലത വരുന്നത്. അതിനാൽ കണ്ണുകൾ ഒരിക്കലും ക്രിമിനൽ ആകരുത്. പവിത്രമാകുന്നതിനായി സഹോദരി സഹോദരനായി ഇരിക്കൂ. ഓർമ്മയുടെ യാത്രയിൽ പരിപൂർണ അറ്റൻഷൻ കൊടുക്കൂ. ഗീതം: ക്ഷമയോടെ ഇരിക്കൂ മനുഷ്യ. ഓം ശാന്തി. ആരാണ് പറഞ്ഞത്? പരിധിയില്ലാത്ത പിതാവ് പരിധിയില്ലാത്ത കുട്ടികളോട് പറഞ്ഞു, ഏതെങ്കിലും മനുഷ്യൻ രോഗാവസ്ഥയിൽ ആകുമ്പോൾ അവർക്ക് ധൈര്യം പകരുന്നു. ക്ഷമയോടെ ഇരിക്കൂ, നിങ്ങളുടെ എല്ലാ ദുഃഖവും ദൂരെയാകും. അവരെ സന്തോഷത്തിലേക്ക് കൊണ്ടുവരുന്നതിനായി ധൈര്യം പകരുന്നു. ഇപ്പോൾ അതാണ് പരിധിയുള്ള കാര്യങ്ങൾ. ഇത് പരിധിയില്ലാത്ത കാര്യങ്ങളാണ്. ഈ ഒന്നിന് എത്ര അനേകം കുട്ടികളുണ്ടാകും. സർവരെയും ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കണം. ഇതും കുട്ടികളായ നിങ്ങളാണ് അറിയുന്നത്. നിങ്ങൾ മറക്കുവാൻ പാടില്ലാത്തതാണ്. ബാബ വന്നിരിക്കുന്നു സർവരുടെയും സദ്ഗതി ചെയ്യുവാൻ. സർവരുടെയും സദ്ഗതി ദാതാവാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എല്ലാവരും ദുർഗതിയിലാണ് എന്നാണ്. മുഴുവൻ ലോകത്തെയും മനുഷ്യർ, അവരിലും വിശേഷിച്ച് ഭാരതത്തിലും പൊതുവെ ലോകത്തിലും എന്ന് പറയുന്നു, വിശേഷിച്ച് നിങ്ങൾ സുഖധാമത്തിലേക്ക് പോകും. ബാക്കി എല്ലാവരും ശാന്തിധാമിലേക്ക് പോകും. ബുദ്ധിയിൽ വരുന്നു, തീർച്ചയായും നമ്മൾ സുഖധാമത്തിലായിരുന്നു. അപ്പോൾ മറ്റു ധർമ്മത്തിലുള്ളവർ ശാന്തിധാമിലായിരുന്നു. ബാബ വന്നിരുന്നു, ഭാരതത്തെ സുഖധാമം ആക്കി മാറ്റിയിരുന്നു. അപ്പോൾ അഡ്വർടൈസ്മെന്റും ഇങ്ങനെ ചെയ്യേണ്ടതാണ്. മനസ്സിലാക്കിച്ചു കൊടുക്കണം. ഓരോ 5000 വർഷത്തിനു ശേഷവും നിരാകാരനായ ശിവ് ബാബ വരുന്നു. ആ ഒന്ന് എല്ലാവരുടെയും പിതാവാണ്. ബാക്കി എല്ലാവരും ബ്രദേഴ്സാണ്. ബ്രദേഴ്സ് തന്നെയാണ് പുരുഷാർത്ഥം ചെയ്യുന്നത് ഫാദറിൽ നിന്നും സമ്പത്ത് നേടുവാൻ. അല്ലാതെ ഫാദേഴ്സ് അല്ല പുരുഷാർത്ഥം ചെയ്യുന്നത്. എല്ലാവരും ഫാദേഴ്സ് ആണ് എങ്കിൽ പിന്നെ സമ്പത്ത് ആരിൽ നിന്നും എടുക്കുവാനാണ്? ബ്രദേഴ്സിൽ നിന്നാണോ? ഇത് സാധ്യമല്ല. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതാണെങ്കിൽ വളരെ സഹജമായ കാര്യമാണ്. സത്യയുഗത്തിൽ ഒരേ ഒരു ദേവീ ദേവതാ ധർമ്മം ഉണ്ടായിരിക്കുന്നു. ബാക്കി എല്ലാ ആത്മാക്കളും മുക്തിധാമത്തിലേക്ക് പോകുന്നു. വേൾഡിന്റെ ഹിസ്റ്ററി, ജോഗ്രഫി റിപ്പീറ്റ് ആകുന്നു എന്ന് പറയുന്നു. അപ്പോൾ തീർച്ചയായും ഒരേ ഒരു ഹിസ്റ്ററിയും ജോഗ്രഫിയുമാണ് റിപ്പീറ്റ് ആകുന്നത്. കലിയുഗത്തിന് ശേഷം വീണ്ടും സത്യയുഗമുണ്ടാകും. രണ്ടിനും ഇടയിൽ പിന്നെ സംഗമയുഗവും തീർച്ചയായും ഉണ്ടാകും. ഇതിനെയാണ് പറയുന്നത് സുപ്രീം പുരുഷോത്തമ മംഗളകാരി യുഗം. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയുടെ പൂട്ട് തുറന്നു. അപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, ഇതാണെങ്കിൽ വളരെ സഹജമായ കാര്യമാണ്. പുതിയ ലോകവും പഴയ ലോകവും. പഴയ വൃക്ഷത്തിൽ തീർച്ചയായും ധാരാളം ഇലകളുണ്ടാകും. പുതിയ വൃക്ഷത്തിൽ കുറച്ച് ഇലകളെ ഉണ്ടായിരിക്കുകയുള്ളൂ. അതാണ് സദോ പ്രധാന ലോകം. ഇതിനെ തമോ പ്രധാനം എന്ന് പറയും. നിങ്ങളുടേതും നമ്പർ വാർ പുരുഷാർത്ഥം അനുസരിച്ചാണ് ബുദ്ധിയുടെ പൂട്ട് തുറന്നിരിക്കുന്നത്. കാരണം എല്ലാവരും യഥാർത്ഥ രീതിയിൽ ബാബയെ ഓർമ്മിക്കുന്നില്ല.
അപ്പോൾ ധാരണയും ഉണ്ടാകുന്നില്ല. ബാബ പുരുഷാർത്ഥം ചെയ്യിക്കുന്നു, പക്ഷേ ഭാഗ്യത്തിലില്ല. ഡ്രാമ അനുസരിച്ച് ആര് നല്ല രീതിയിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമോ, ബാബയുടെ സഹായി ആകുമോ, ഓരോ സാഹചര്യത്തിലും അവരാണ് ഉയർന്ന പദവി നേടുന്നത്. സ്കൂളിൽ സ്റ്റുഡൻസും മനസ്സിലാക്കുന്നു നമ്മൾ എത്ര മാർക്സോടെ പാസ്സാകും എന്ന്. തീവ്ര വേഗത ഉള്ളവർ ശക്തമായി പുരുഷാർത്ഥം ചെയ്യും. ട്യൂഷനായി ടീച്ചറിനെ വെക്കുന്നു, ഏത് വിധേനയും പാസ്സാകുന്നതിനായി. ഇവിടെയും വളരെയധികം ഗാലപ്പ് ചെയ്യണം, തൻ്റെ മേൽ കൃപ കാണിക്കണം. ഇപ്പോൾ ശരീരം വെടിയുകയാണ് എങ്കിൽ ഈ സാഹചര്യത്തിൽ എന്ത് പദവി നേടും എന്ന് ബാബയോട് ആരെങ്കിലും ചോദിക്കുന്നു എങ്കിൽ ബാബ ഉടൻ പറഞ്ഞു തരും. ഇത് വളരെ സഹജമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഏതുപോലെ പരിധിയുള്ള സ്റ്റുഡൻറ് മനസ്സിലാക്കുന്നു, പരിധിയില്ലാത്ത സ്റ്റുഡൻറ്റിനും മനസ്സിലാക്കുവാൻ സാധിക്കും. ബുദ്ധിയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മിൽ നിന്നും ഓരോ നിമിഷം ഈ തെറ്റുകൾ ഉണ്ടാകുന്നു, വികർമ്മങ്ങൾ ഉണ്ടാകുന്നു. രജിസ്റ്റർ മോശമായാൽ റിസൾട്ടും അങ്ങനെയുള്ളതായിരിക്കും വരുന്നത്. ഓരോരുത്തരും തൻ്റെ രജിസ്റ്റർ വയ്ക്കൂ, അല്ലെങ്കിൽ തന്നെ ഡ്രാമ അനുസരിച്ച് എല്ലാം നിശ്ചയിക്കപ്പെടുക തന്നെ ചെയ്യുന്നു. സ്വയവും മനസ്സിലാക്കുന്നു നമ്മുടെ രജിസ്റ്റർ വളരെ മോശമാണ് എന്ന്. മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ബാബയ്ക്ക് പറഞ്ഞു തരാൻ സാധിക്കും. സ്കൂളിൽ രജിസ്റ്ററും മറ്റുമെല്ലാം വയ്ക്കാറുണ്ട്. ഇതിൻ്റേതാണെങ്കിൽ ലോകത്തിൽ ആർക്കും തന്നെ അറിയില്ല. പേര് തന്നെ ഗീത പാഠശാല എന്നാണ്. വേദ പാഠശാല എന്ന് ഒരിക്കലും പറയുകയില്ല. വേദം, ഉപനിഷത്ത്, ഗ്രന്ഥം തുടങ്ങിയ ഒന്നിൻ്റെയും പാഠശാല എന്ന് പറയില്ല. പാഠശാലയിൽ എയിം ഓബ്ജക്റ്റ് ഉണ്ട്. നമ്മൾ ഭാവിയിൽ ഇതാകും. ആരെങ്കിലും വേദശാസ്ത്രങ്ങൾ വളരെയധികം പഠിക്കുന്നുവെങ്കിൽ അവർക്കും ടൈറ്റിൽ ലഭിക്കുന്നു, സമ്പാദ്യവും ഉണ്ടാകുന്നു. ചിലരാണെങ്കിൽ വളരെയധികം സമ്പാദിക്കുന്നു. എന്നാൽ അത് അവിനാശി സമ്പാദ്യമല്ല, കൂടെ പോകുന്നില്ല. ഈ സത്യമായ സമ്പാദ്യം കൂടെ പോകേണ്ടതുണ്ട്. ബാക്കി എല്ലാം ഇല്ലാതാകുന്നു. കുട്ടികളായ നിങ്ങൾക്കറിയാം, നമ്മൾ വളരെയധികം സമ്പാദിച്ചുകൊണ്ട് ഇരിക്കുന്നു. നമുക്ക് വിശ്വത്തിൻ്റെ അധികാരിയാകുവാൻ സാധിക്കും. സൂര്യവംശി ഡിനാസ്റ്റി ഉണ്ട്. അപ്പോൾ തീർച്ചയായും കുട്ടികൾ സിംഹാസനത്തിൽ ഇരിക്കും. വളരെ ഉയർന്ന പദവിയാണ്. നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല നമ്മൾ പുരുഷാർത്ഥം ചെയ്ത് രാജ്യപദം നേടുമെന്ന്. ഇതിനെ പറയുന്നത് തന്നെ രാജയോഗം എന്നാണ്. അതാണെങ്കിൽ ബാരിസ്റ്ററി യോഗവും ഡോക്ടറി യോഗവുമാണ്. പഠനത്തെയും പഠിപ്പിക്കുന്ന ആളെയും ഓർമ്മയുണ്ടായിരിക്കും. ഇവിടെയും ഇതാണ് സഹജ ഓർമ്മ. ഓർമ്മയിൽ തന്നെയാണ് പ്രയത്നം ഉള്ളത്. സ്വയം ദേഹി അഭിമാനിയായി മനസ്സിലാക്കേണ്ടി വരും. ആത്മാവിൽ തന്നെയാണ് സംസ്കാരം നിറയുന്നത്. വളരെ പേർ വരുന്നു, അവർ പറയുന്നു നമ്മൾ ശിവ് ബാബയുടെ പൂജ ചെയ്തിരുന്നു, പക്ഷേ എന്തുകൊണ്ട് പൂജിക്കുന്നു ഇതറിയുന്നില്ല. ശിവനെ തന്നെയാണ് ബാബ എന്ന് പറയുന്നത്, മറ്റാരെയും ബാബ എന്ന് പറയുകയില്ല. ഹനുമാൻ, ഗണപതി തുടങ്ങിയവരെയും പൂജിക്കുന്നു. ബ്രഹ്മാവിൻ്റെ പൂജ ഉണ്ടാകുന്നില്ല. അജ്മീറിൽ ക്ഷേത്രമുണ്ട്. അവിടെയുള്ള കുറച്ച് ബ്രാഹ്മണർ പൂജിക്കുന്നുണ്ടാകും. ബാക്കി മഹിമയോ മറ്റോ ഒന്നുമില്ല. ശ്രീകൃഷ്ണനും ലക്ഷ്മി നാരായണനും എത്ര മഹിമയുണ്ട്. ബ്രഹ്മാവിൻ്റെ പേരില്ല. കാരണം ബ്രഹ്മാവാണെങ്കിൽ ഈ സമയം കറുപ്പാണ്. പിന്നെ ബാബ വന്ന് ഇദ്ദേഹത്തെ അഡോപ്റ്റ് ചെയ്യുന്നു. ഇതും വളരെ സഹജമാണ്. അപ്പോൾ ബാബ കുട്ടികൾക്ക് ഭിന്ന ഭിന്ന പ്രകാരത്തിൽ കൂടി മനസ്സിലാക്കിച്ചു തരുന്നു. ബുദ്ധിയിൽ ഇത് ഉണ്ടായിരിക്കണം. ശിവ് ബാബ നമ്മെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് പിതാവുമാണ്, ടീച്ചറും ഗുരുവുമാണ്. ശിവ് ബാബ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്, നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ
ത്രികാലദർശി ആയിരിക്കുന്നു. ജ്ഞാനത്തിന്റെ മൂന്നാമത്തെ നേത്രം നിങ്ങൾക്ക് ലഭിക്കുന്നു. ഇതും നിങ്ങൾക്ക് മനസ്സിലാകുന്നു. ആത്മാവ് അവിനാശിയാണ്. ആത്മാക്കളുടെ പിതാവും അവിനാശിയാണ്. ഇതും ലോകത്തിൽ ആരും അറിയുന്നില്ല. അവരാണെങ്കിൽ എല്ലാവരും വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ബാബ നമ്മെ പതീതത്തിൽ നിന്നും പാവനമാക്കി മാറ്റൂ എന്ന്. ലോകത്തിന്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും വന്ന് കേൾപ്പിക്കൂ എന്ന് പറയുന്നില്ല. ഇതാണെങ്കിൽ ബാബ സ്വയം വന്ന് കേൾപ്പിക്കുന്നു. പതീതത്തിൽ നിന്നും പാവനവും പിന്നെ പാവനത്തിൽ നിന്നും പതീതവും എങ്ങനെയാകുന്നു, ഹിസ്റ്ററി എങ്ങനെ റിപ്പീറ്റ് ആകുന്നു അതും പറഞ്ഞു തരുന്നു. 84ന്റെ ചക്രമാണ്. നമ്മൾ എന്തുകൊണ്ടാണ് പതീതമായത്, പിന്നെ പാവനമായി എവിടെ പോകുവാൻ ആഗ്രഹിക്കുന്നു? മനുഷ്യരാണെങ്കിൽ സന്യാസിമാരുടെ മറ്റും അടുക്കൽ പോയി പറയുന്നു, മനസ്സിന് എങ്ങനെ ശാന്തി ഉണ്ടാകും? നമ്മൾ സമ്പൂർണ്ണ നിർവികാരിയും പാവനവും എങ്ങനെയാകും എന്ന് പറയുകയില്ല. ഇത് പറയുന്നതിൽ ലജ്ജ വരുന്നു. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തന്നു, നിങ്ങൾ എല്ലാവരും ഭക്തരാണ്. ഞാനാണ് ഭഗവാൻ, ബ്രൈഡ് ഗ്രൂം. നിങ്ങളാണ് ബ്രൈഡ്സ്. നിങ്ങളെല്ലാവരും എന്നെ ഓർമ്മിക്കുന്നു. യാത്രക്കാരനായ ഞാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ്. മുഴുവൻ ലോകത്തെ മനുഷ്യരെയും സൗന്ദര്യമുള്ളവരാക്കി മാറ്റുന്നു. വണ്ടർ ഓഫ് വേൾഡ് സ്വർഗം തന്നെയാണ്. ഇവിടെ 7 വണ്ടേഴ്സ് കണക്കാക്കുന്നു. അവിടെയാണെങ്കിൽ വണ്ടർ ഓഫ് വേൾഡ് ഒരേ ഒരു സ്വർഗമാണ്. ബാബയും ഒന്നാണ്, സ്വർഗവും ഒന്നാണ്. അതിനെ എല്ലാ മനുഷ്യരും ഓർമ്മിക്കുന്നു. ഇവിടെയാണെങ്കിൽ ഒരു വണ്ടറും ഇല്ല. കുട്ടികളായ നിങ്ങളുടെ ഉള്ളിൽ ക്ഷമയുണ്ട്. ഇപ്പോൾ സുഖത്തിന്റെ ദിവസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നു, ഈ പഴയ ലോകത്തിന്റെ വിനാശം ഉണ്ടാകണം. അപ്പോഴാണ് സ്വർഗത്തിന്റെ രാജപദം ലഭിക്കുന്നത്. ഇപ്പോൾ ഇതുവരെയും രാജധാനി സ്ഥാപിതമായിട്ടില്ല. പിന്നെ പ്രജ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കുട്ടികൾ പരസ്പരം അഭിപ്രായം എടുക്കുന്നു. സേവനത്തിന്റെ അഭിവൃദ്ധി എങ്ങനെ ഉണ്ടാകും? എല്ലാവർക്കും സന്ദേശം എങ്ങനെ കൊടുക്കട്ടെ? ബാബ ആദി സനാതന ദേവീ ദേവതാ ധർമ്മം സ്ഥാപിക്കുന്നു. ബാക്കി എല്ലാത്തിൻ്റെയും വിനാശം ചെയ്യിക്കുന്നു. ഇങ്ങനെയുള്ള ബാബയെ ഓർമ്മിക്കേണ്ടതാണല്ലോ. ഏതൊരു പിതാവാണോ നമ്മെ രാജതിലകത്തിന്റെ അവകാശിയാക്കി മാറ്റി ബാക്കി എല്ലാത്തിൻ്റെയും വിനാശം ചെയ്യിക്കുന്നത്? നാച്ചുറൽ കലാമിറ്റീസും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. ഇതില്ലാതെ ലോകത്തിന്റെ വിനാശം സംഭവിക്കുക സാധ്യമല്ല. ബാബ പറയുന്നു, ഇപ്പോൾ നിങ്ങളുടെ പരീക്ഷ വളരെ സമീപമാണ്. മൃത്യുലോകത്ത് നിന്നും അമരലോകത്തിലേക്ക് ട്രാൻസ്ഫർ ആകണം. എത്ര നല്ല രീതിയിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമോ അത്രയും ഉയർന്ന പദവി നേടും. കാരണം തൻ്റെ പ്രജകളെ ഉണ്ടാക്കുന്നു. പുരുഷാർത്ഥം ചെയ്ത് എല്ലാവരുടെയും മംഗളം ഉണ്ടാക്കണം. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ഇത് നിയമമാണ്. ആദ്യം ബന്ധുമിത്രാദികളും വംശത്തിലും മറ്റും ഉള്ളവരായിരിക്കും വരിക. പിന്നീട് പബ്ലിക് വരുന്നു. തുടക്കത്തിൽ സംഭവിച്ചതും ഇങ്ങനെയാണ്. പതുക്കെ പതുക്കെ അഭിവൃദ്ധി ഉണ്ടായി. പിന്നീട് കുട്ടികൾക്ക് വസിക്കുന്നതിനായി വലിയ കെട്ടിടമുണ്ടായി. അതിനെ ഓം നിവാസ് എന്ന് പറയുമായിരുന്നു. കുട്ടികൾ വന്ന് പഠിക്കാൻ തുടങ്ങി. ഇതെല്ലാം ഡ്രാമയിൽ അടങ്ങിയിരുന്നു. അത് വീണ്ടും റിപ്പീറ്റ് ആകും. ഇതിനെ ആർക്കും മാറ്റാൻ സാധിക്കില്ല. ഈ പഠനം എത്ര ഉയർന്നതാണ്. ഓർമ്മയുടെ യാത്രയാണ് മുഖ്യമായത്. മുഖ്യമായും കണ്ണുകളാണ് വളരെയധികം ചതിക്കുന്നത്. കണ്ണുകൾ ക്രിമിനൽ ആകുന്നു. അപ്പോൾ ശരീരത്തിന്റെ കർമ്മേന്ദ്രിയങ്ങൾ ചഞ്ചലമാകുന്നു. ഏതെങ്കിലും നല്ല പെൺകുട്ടിയെ കാണുന്നുവെങ്കിൽ കഴിഞ്ഞു, അതിൽ കുടുങ്ങിപ്പോകുന്നു. ഇപ്രകാരം ലോകത്തിൽ വളരെയധികം കേസ് ഉണ്ടാകുന്നു. ഗുരുവിന് പോലും ക്രിമിനൽ ആയി ഉണ്ടാകുന്നു. ഇവിടെ ബാബ പറയുന്നു, ക്രിമിനൽ ആയി തികച്ചും ഉണ്ടാകുവാൻ പാടില്ലാത്തതാണ്. സഹോദരി സഹോദരനായി ഇരിക്കുമ്പോഴാണ്
പവിത്രമായി ഇരിക്കുവാൻ സാധിക്കുന്നത്? മനുഷ്യർക്ക് എന്തറിയാം? അവർ പരിഹസിക്കും. ശാസ്ത്രങ്ങളിലാണെങ്കിൽ ഈ കാര്യങ്ങൾ ഇല്ല. ബാബ പറയുന്നു, ഈ ജ്ഞാനം പ്രായലോപം ആകുന്നു. പിന്നീട് ദ്വാപരം മുതലാണ് ഈ ശാസ്ത്രങ്ങളും മറ്റും ഉണ്ടായത്. ഇപ്പോൾ ബാബ മുഖ്യമായ കാര്യം പറയുന്നു. അൽഫിനെ ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. നിങ്ങൾ 84ന്റെ ചക്രം കറങ്ങി വന്നിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും നിങ്ങളുടെ ആത്മാവ് ദേവത ആയിക്കൊണ്ടിരിക്കുന്നു. ചെറിയൊരു ആത്മാവിൽ 84 ജന്മങ്ങളുടെ അവിനാശി പാർട്ട് അടങ്ങിയിരിക്കുന്നു. വണ്ടറാണല്ലോ. ഇങ്ങനെയുള്ള വണ്ടർ ഓഫ് വേൾഡിന്റെ കാര്യങ്ങൾ ബാബ തന്നെയാണ് വന്ന് മനസ്സിലാക്കിക്കുന്നത്. ചിലർക്ക് 84ന്റെ, ചിലർക്ക് 50-60 ജന്മങ്ങളുടെ പാർട്ടാണ്. പരംപിത പരമാത്മാവിനും പാർട്ട് ലഭിച്ചിരിക്കുന്നു. ഡ്രാമയനുസരിച്ച് ഇത് അനാദി അവിനാശി ഡ്രാമയാണ്. എപ്പോൾ തുടങ്ങി എപ്പോൾ അവസാനിക്കും ഇത് പറയുവാൻ സാധിക്കില്ല. കാരണം ഇത് അനാദി അവിനാശി ഡ്രാമയാണ്. ഈ കാര്യങ്ങൾ ആരും അറിയുന്നില്ല. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. ഇപ്പോൾ പരീക്ഷയുടെ സമയം വളരെ സമീപമാണ്. അതിനാൽ പുരുഷാർത്ഥം ചെയ്ത് തൻ്റെയും സർവരുടെയും മംഗളം ചെയ്യണം. പഠിക്കുകയും പഠിപ്പിക്കുകയും വേണം. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ദേഹി അഭിമാനിയായി അവിനാശിയായ സത്യമായ സമ്പാദ്യം ശേഖരിക്കണം. തൻ്റെ രജിസ്റ്റർ വയ്ക്കണം. രജിസ്റ്റർ മോശമാകുന്ന വിധത്തിലുള്ള ഒരു വികർമ്മവും ഉണ്ടാകരുത്. വരദാനം. സർവർക്കും ഉന്മേഷത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും സഹയോഗം നൽകി ശക്തിശാലി ആക്കുന്ന സത്യമായ സേവാധാരിയായി ഭവിക്കട്ടെ. സേവാധാരി എന്നാൽ സർവർക്കും ഉന്മേഷത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും സഹയോഗം നൽകി ശക്തിശാലി ആക്കുന്നവർ. ഇപ്പോൾ സമയം കുറവാണ്. രചന കൂടുതൽ കൂടുതൽ വരാൻ പോകുന്നു. ധാരാളം പേർ വന്നു കഴിഞ്ഞു എന്ന് കേവലം ഇത്രയും സംഖ്യയിൽ സന്തോഷിക്കരുത്. ഇപ്പോഴാണെങ്കിൽ വളരെയധികം സംഖ്യ വർദ്ധിക്കേണ്ടതുണ്ട്. അതിനാൽ താങ്കൾ ഏതൊരു പാലന എടുത്തുവോ അതിൻ്റെ റിട്ടേൺ നൽകൂ. വന്നു ചേരുന്ന നിർബല ആത്മാക്കളുടെ സഹയോഗിയായി അവരെ സമർത്ഥവും അചഞ്ചലവും സ്ഥിരവും ആക്കൂ. അപ്പോൾ സത്യമായ സേവാധാരി എന്ന് പറയും. സ്ലോഗൻ. ആത്മാവിനെ എപ്പോൾ എവിടെ എങ്ങനെ ആഗ്രഹിക്കുന്നുവോ അതുപോലെ സ്ഥിതി ചെയ്യിക്കൂ. ഇതുതന്നെയാണ് ആത്മീയ ഡ്രിൽ. അവ്യക്ത സൂചന. ഇപ്പോൾ സ്നേഹത്തിൻ്റെ അഗ്നിയെ പ്രജ്വലിതമാക്കി യോഗത്തെ ജ്വാലാരൂപമാക്കൂ. പവർഫുൾ മനസ്സിൻ്റെ അടയാളമാണ് സെക്കൻഡിൽ എവിടെ ആഗ്രഹിക്കുന്നോ അവിടെ എത്തിച്ചേരുക. മനസ്സിന് പറക്കുവാൻ അറിയാമെങ്കിൽ, പ്രാക്ടീസ് ആയി കഴിഞ്ഞുവെങ്കിൽ സെക്കൻഡിൽ എവിടെ ആഗ്രഹിക്കുന്നുവോ അവിടെ എത്തിച്ചേരാൻ സാധിക്കും. ഇപ്പോൾ സാകാര വതനത്തിൽ, ഇപ്പോൾ തന്നെ പരംധാമത്തിൽ സെക്കൻഡിൻ്റെ വേഗതയാണ്. ഇപ്പോൾ ഈ അഭ്യാസത്തെ വർദ്ധിപ്പിക്കൂ. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. അതിസൂക്ഷ്മമായ ആത്മാവായ ഞാൻ പ്രകാശ ശരീരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നു. സമ്പൂർണ്ണ രീതിയിൽ മുക്തമായ അനുഭവം എനിക്കുണ്ടാകുന്നു. ഞാൻ ലൈറ്റ് ഹൗസായി മാറുകയാണ്.
എന്നിൽ നിന്നും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ പ്രവഹിക്കുകയാണ്. ഞാനിപ്പോൾ ബാബയുടെ ഹൃദയ സിംഹാസനത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഞാൻ ബാബയുടെ സ്നേഹം, ശാന്തി, ശക്തി മുഴുവൻ ലോകത്തിലേക്കും അയക്കുന്നു.